കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ വിജയം കണ്ടിരിക്കുകയാണ്. തമിഴ് സിനിമാ സൂപ്പർ താരം വിജയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകവും കോൺഗ്രസിന് കൈകൊടുക്കുകയാണ്. ബി.ജെ.പിയും എ.ഡി.എം.കെയും നൽകിയ വമ്പൻ ഓഫറുകൾ തട്ടിക്കളഞ്ഞുകൊണ്ടാണ് വിജയ് രാഹുൽ ഗാന്ധിക്ക് കൈകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവും ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷനുമായ പ്രവീൺ ചക്രവർത്തിയാണ് ഇവിടെ ഇടനിലക്കാരനായി നിന്നത്. തമിഴ്നാട്ടിൽ നേരിട്ടെത്തിയ പ്രവീൺ ചക്രവർത്തിയുമായി ടി.വി.കെ നേതാവ് വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിജയുടെ ചെന്നൈ പട്ടണംപാക്കത്തെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള പ്രവീൺ ചക്രവർത്തി വിജയെ കണ്ടത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം രൂപീകരിക്കാനുള്ള സാധ്യത തേടിയാണെന്ന റിപ്പോർട്ടും പുറത്തുവന്നു. രാഹുൽ ഗാന്ധി നേരത്തെയും വിജയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ ബാക്കിയായി നടന്ന ചർച്ചകളാണ് ഇപ്പോൾ വിജയത്തിലെത്തിക്കാൻ വിജയ്ക്ക് സാധിച്ചത്. തിരുച്ചിറപ്പള്ളിയിൽ കോൺഗ്രസ് വക്താവും മുതിർന്ന നേതാവുമായ തിരുച്ചി വേലുസ്വാമിയുമായി വിജയുടെ പിതാവ് എസ്.എ. ചന്ദ്രശേഖറും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. സ്വകാര്യ ചടങ്ങിന് ശേഷം ഒരേ കാറിൽ തിരുവാരൂരിലേക്ക് പുറപ്പെട്ട ഇരുവരും 4 മണിക്കൂറോളമാണ് ചർച്ച നടത്തിയത്. എന്നാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് ഡി.എം.കെ പ്രതികരിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് സംബന്ധിച്ച് കോൺഗ്രസ് സമിതി കഴിഞ്ഞ ദിവസം ഡി.എം.കെ അധ്യക്ഷൻ എം.കെ സ്റ്റാലിനുമായി ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസ് ടി.വി.കെയുമായി കൈകൊടുത്താൽ തമിഴ്നാട്ടിൽ ഡി.എം.കെ കോൺഗ്രസ് സഖ്യം തകരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ ഗാന്ധിയുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന നേതാവാണ് മുഖ്യമന്ത്രി എം.കെ സ്റ്റാലിൻ. സ്റ്റാലിനെ കൈവിട്ട് വിജയ്ക്ക് കൈകൊടുക്കാൻ രാഹുൽ ഗാന്ധി എന്തായാലും തയ്യാറാകില്ല. നേരത്തെ ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം 2021 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. അവർക്ക് ശ്രദ്ധേയമായ വിജയം നേടാനും കഴിഞ്ഞതോടെ പരീക്ഷണം ഫലം കണ്ടുവെന്നാണ് വിലയിരുത്തുന്നത്. ഇതോടെയാണ് ടി.വി.കെയുമായി രാഹുൽ ഗാന്ധി കൈകൊടുക്കാനുള്ള സാധ്യതകൾ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 169 സ്ഥാനാർത്ഥികളിൽ 129 പേരും വിജയിച്ചിരുന്നു. രാഷ്ട്രീയ ഇടപെടലുകൾക്കായി തന്റെ ആരാധകരെ അണിനിരത്താനുള്ള വിജയുടെ കഴിവ് കൂടിയാണ് ഈ വിജയം കാണിച്ചു തന്നത്. ഇതോടെ ബി.ജെ.പി അടക്കമുള്ള പാർട്ടികൾ വിജയെ കൂടെ കൂട്ടാൻ തയ്യാറെടുത്തിരുന്നു. എന്നാൽ തല പോയാലും ബി.ജെ.പിയുമായി കൂടില്ലെന്ന വിജയുടെ നിശ്ചയദാർഢ്യമാണ് പിന്നീട് കണ്ടത്. അടിത്തട്ടിലുള്ള പിന്തുണയുടെ ആവശ്യകതയെക്കുറിച്ച് വിജയ്ക്ക് നന്നായി അറിയാമെന്നാണ് ഈ പ്രാരംഭ മുന്നേറ്റം സൂചിപ്പിക്കുന്നത്. ഇതിനു പുറമെ വലിയ കളികൾക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ തന്റെ വിശ്വാസ്യത സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രപരമായ നീക്കമാണ് വിജയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വിജയുടെ രാഷ്ട്രീയ സ്വത്വം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ സ്ഥാപിത ദ്രാവിഡ രാഷ്ട്രീയ കളരികളിൽ നിന്ന് മാറിയുള്ള ചിന്തകളെയാണ് സൂചിപ്പിക്കുന്നത്. തമിഴക വെട്രി കഴകത്തിലെ ദ്രാവിഡ ഒഴിവാക്കിയത് പരമ്പരാഗത രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിരാശരായ പുതുതലമുറയെ സ്വാധീനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. സംസ്ഥാനത്ത് ദീർഘകാലമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുന്നതിലൂടെ പുത്തൻ ആശയങ്ങളും പരിഹാരങ്ങളും തേടുന്ന ഒരു തലമുറയെ ആകർഷിക്കാനാണ് വിജയ് ലക്ഷ്യമിടുന്നത്. അഴിമതിക്കും വിഭജന രാഷ്ട്രീയത്തിനും എതിരെയാണ് വിജയ് തന്റെ പ്രതിബദ്ധത പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1967 മുതൽ അധികാരത്തിൽ മാറി മാറി വന്ന 2 പ്രബല പാർട്ടികളെയാണ് വിജയ് ഇക്കാര്യത്തിൽ നേരിട്ട് വെല്ലുവിളിക്കുന്നത്. ഡി.എം.കെയും എ.ഡി.എം.കെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ആരോപണങ്ങളാൽ വലയുന്ന സാഹചര്യത്തിലാണ് വിജയ് അവർക്കെതിരെ നിൽക്കുന്നതെന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. തന്റെ ആരാധക വൃന്ദത്തെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുന്നതിന് വിജയ് തന്റെ അനുയായികളെ രാഷ്ട്രീയ മര്യാദകളും പൊതു ഇടപെടലുകളും പരിശീലിപ്പിക്കേണ്ടതായി വരും. അത് എത്രമാത്രം വിജയിക്കുമെന്ന സംശയമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നത്.